ഹലോ ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ പ്രൊമോ വന്നേക്കുവാണ്. ഇപ്പോൾ നമുക്ക് കുറേ പൈസ കളക്ട് ചെയ്യാനുള്ള ടാസ്കുകളാണ് നടക്കുന്നത് നമ്മുടെ ഹൗസിൽ. അപ്പോൾ ഇതിനകത്ത് ഒരു അനൗൺസ്മെൻറ്റ് ബിഗ് ബോസ് നടത്തുന്നുണ്ട്. ഈ ടാസ്കിൽ നിന്ന് കിട്ടാൻ എല്ലാവരും ഏൺ ചെയ്യുന്ന പൈസ ഏറ്റവും ലാസ്റ്റ് ബിഗ് ബോസിൻ്റെ വിന്നർ ആകുന്ന ആളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെ അഭിപ്രായം പറയുവാണ്. അപ്പോൾ അതിൽ വന്നിട്ട് പറയുവാണ് എങ്ങനെയെങ്കിലും മണി ബോക്സ് വന്ന് അത് എടുത്തുകൊണ്ട് പോകാൻ വെയിറ്റ് ചെയ്യുന്ന ആളാണ് ഞാനെന്ന്. സബുമാൻ വന്നിട്ട് പറയണത് ഇത് ഭയങ്കര അൺഫെയർ ആണ്, ഇങ്ങനെ വേണ്ടായിരുന്നു, ഇത് തെറ്റാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കേട്ടിരിക്കുവാണ്. അങ്ങനെ ഓരോരുത്തരെ വന്ന് അവരുടെ അഭിപ്രായം പറയുവാണ് ഇതിനെപ്പറ്റി. അക്ബർ അപ്പോൾ ഈ അവസരത്തിൽ അനിമോളെ റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അക്ബർ പറയുന്നത് കുറേ ആൾക്കാരുടെ PR ഒക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്, എന്നിട്ട് ഈ ജയിച്ച് കിട്ടുന്ന കാശിൽ നിന്നാണ് അത് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചേക്കണത്. അപ്പോൾ അവരിനി എന്ത് ചെയ്യും, അവർക്ക് സെറ്റിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ഇനി PR എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് അനിമോളാണ് കൊള്ളിക്കുന്നത്. പക്ഷേ ഇതിൽ അക്ബർ ഇതിലൂടെ പറയാതെ പറയണത് അക്ബറിൻ്റെ മനസ്സിൽ വിന്നറായിട്ട് ഇപ്പം കണക്കാക്കുന്നത് അനിമോൾ. അക്ബർ കൺസിഡർ ചെയ്തേക്കുന്നത് അനിമോളിനെ വിന്നറായിട്ടാണ്. അതാണ് അങ്ങനെ പറയണത്. അനിമോൾ ഇനി എന്ത് ചെയ്യും, പൈസ കിട്ടണം. പിന്നെ അനിമോളെ സ്വന്തം അഭിപ്രായം പറയുമ്പോൾ അനിമോൾ പറയുന്നത് ഇവിടുന്ന് എല്ലാവർക്കും ഈ ടാസ്കിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെവിൻ പറഞ്ഞാൽ എന്നെ വെച്ച് ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനിമോൾ അപ്പോൾ ഉടനെ പറയണം നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. പക്ഷെ നെവിൻ ഇങ്ങനെ എല്ലാ പൈസ കിട്ടുന്ന ടാസ്കിൽ നിന്നും ബാൻ ചെയ്യേണ്ടെന്നായിരുന്നു. ഇത്രയും വലിയ ശിക്ഷ വേണ്ടായിരുന്നു. കുറച്ച് ടാസ്കിൽ നിന്ന് വല്ലതൊക്കെ ബാൻ ചെയ്ത് നിർത്തിയാൽ മതിയായിരുന്നു, ഫുള്ളായിട്ട് വേണ്ടായിരുന്നു.